ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. രാഹുലാണ്. ഇന്ന് വീട്ടിലേക്ക് എത്തിയ പുതിയ രംഗത്തെ പരിചയപ്പെടുത്തുകയാണ്. ബ്രാൻഡ് ന്യൂ MG കോമറ്റ് X8 FC. ഒരു കുഞ്ഞൻ ക്യൂട്ട് വണ്ടി എന്ന് ഒറ്റ വാക്കിൽ പറയാം. ഒരു സെക്കൻഡറി വണ്ടിയായി ബൈക്കിന് പകരം വെയിലും മഴയും കൊള്ളാതെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞൻ വണ്ടി. എൻ്റെ ഡെയിലി ബിസിനസ് ഓട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. ബൈക്കിനേക്കാൾ ചിലവ് കുറഞ്ഞ് കാറിൽ യാത്ര ചെയ്യാം. ഈ കാർ കോമറ്റിൻ്റെ മിഡിൽ വേരിയൻ്റ് ആണ്. അതിൽ തന്നെ AC ഫാസ്റ്റ് ചാർജിംഗ് ഓപ്ഷൻ ഉള്ളതും 4 പേർക്ക് സുഖമായി യാത്ര ചെയ്യാവുന്ന ഒരു 3 ഡോർ കോമ്പാക്ട് ഇലക്ട്രിക് ഹാച്ച്ബാക്ക് മാതൃകയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന. 17.4 കിലോവാട്ട് ബാറ്ററി, 200 കിലോമീറ്റർ റേഞ്ചാണ് അവകാശപ്പെടുന്നത്. 41.42 bhp പവറും 110 Nm ടോർക്കും ഈ കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേഴ്സണലൈസേഷൻ ഈ കാറിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. സെറനിറ്റി, സൺഡൗണർ, ഫ്ലെക്സ്, ബീച്ച് തുടങ്ങി ലഷ് പാക്കുകൾ അവൈലബിൾ ആണ്. കാൻഡി വൈറ്റ് കളറിൽ ഫ്ലെക്സ് ലഷ് പാക്കാണ് ഞാൻ ആഡ് ചെയ്തത്. അതിൽ വരുന്നതാണ് ഈ റെഡ് കളർ ഹുഡ് ഗാർണിഷും ഹുഡ് ബ്രാൻഡിങ്ങും. റെഡ് കളർ ഫോഗ് ലാമ്പ് ഗാർണിഷും റെഡ് കളർ ഫ്രണ്ട് സ്കിഡ് പ്ലേറ്റ് ഗാർണിഷും ഇതോടൊപ്പമുള്ളതാണ്. ഇത് പുറകിലെ ചുവന്ന നിറത്തിലുള്ള ഫോഗ് ലാമ്പ് ഗാർണിഷും സ്കിഡ് പ്ലേറ്റ് ഗാർണിഷുമാണ്. ചുവന്ന നിറത്തിലുള്ള പേരോടുകൂടിയ സൈഡ് മോൾഡിങ്ങും നമുക്ക് ലഭിക്കുന്നു. റെഡ് കളറിലുള്ള ഡോർ ഹാൻഡിൽ ഗാർണിഷും ഡോർ എഡ്ജ് ഗാർഡ് ഗാർണിഷും ഇതിനെ മനോഹരമാക്കുന്നുണ്ട്. ORVM ഗാർണിഷിൽ ചുവപ്പും ബ്ലാക്കും കൂടി ചേർന്നാണ് വരുന്നത്. പുറകുവശത്തെ MG ലോഗോയും കോമറ്റ് ബാഡ്ജിങ്ങും ക്രോം ഫിനിഷിലാണ്. പുറകിലെ നീളത്തിലുള്ള ബ്രേക്ക് ലൈറ്റിനു ചുറ്റുമായി ക്രോം ലൈനിങ് നൽകിയിട്ടുണ്ട്. സൈഡിൽ ഇലക്ട്രിക് ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. ക്രോം ലൈനിങ്ങോടുകൂടിയ ബമ്പർ കോർണർ പ്രൊട്ടക്ടറും വീലാർക്ക് ക്ലാഡിങ്ങും ലോവർ സൈഡ് ഡോർ ക്ലാഡിങ്ങും നല്ല ഗ്ലോസി ഫിനിഷിലാണ് നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിൽ ഒരു വലുതും ചെറുതുമായ നല്ല ക്വാളിറ്റി വൈപ്പേഴ്സാണ് ഈ കാറിനുള്ളത്. പുറകിൽ ഏറ്റവും താഴെയായാണ് റിവേഴ്സ് ലാമ്പ്. ഡോർ ഹാൻഡിൽ സൈഡിലേക്ക് വലിക്കുന്ന രീതിയിലാണ്. 2 ഡോർ മാത്രമായതുകൊണ്ട് തന്നെ വലിയ ഡോറുകളാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഈ ബ്ലാക്ക് ആൻഡ് റെഡ് കളർ സീറ്റ് കവറും ഫ്ലെക്സ് ലഷ് പാക്കിലുള്ളതാണ്. മനോഹരമായ ഒരു കുഞ്ഞു സ്റ്റിയറിംഗ് വീൽ. വശത്തെ AC വെന്റിനു താഴെ കപ്പ് ഹോൾഡർ ഉള്ളതുകൊണ്ട് വെള്ളം തണുപ്പിക്കാൻ സാധിക്കും. 2 വശത്തെയും കപ്പ് ഹോൾഡേഴ്സ് ഗ്ലോസി വൈറ്റ് ഫിനിഷിലാണ്. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾ ബട്ടൺസ് വളരെ ഹാൻഡിയാണ്. ഈ വശത്തുള്ള മിറർ കൺട്രോൾ ഓപ്ഷൻസിൽ നമുക്ക് മിറർ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. ഈ നോബ് തിരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മിറർ ഫോൾഡ് ആവുന്നതാണ്. ഈ ഒരു ഹാൻഡ് റെസ്റ്റും അഡീഷണൽ ആക്സസറിയാണ്. പക്ഷേ ഈ കാറിന് ഏറ്റവും ആവശ്യമുള്ള ഒന്നായിട്ട് തോന്നാറുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ഹാൻഡ് റെസ്റ്റ് ഓപ്പൺ ചെയ്ത് ചെറിയ സാധനങ്ങൾ വയ്ക്കാൻ സാധിക്കും. പിന്നെ ഇത് സ്ലൈഡ് ചെയ്യാവുന്ന ഓപ്ഷൻ ഉള്ളതുകൊണ്ട് പുറകോട്ടും മുന്നോട്ടും അല്പം കൂടി നീട്ടി വയ്ക്കാനും സാധിക്കും. ഈ വലിയ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. 1 ലിറ്ററിൻ്റെ ബോട്ടിൽ കഷ്ടി കൊള്ളുന്നുവെങ്കിലും മറ്റ് സാധനങ്ങൾ വയ്ക്കാൻ ഇത് ധാരാളമാണ്. പുറകിലോട്ട് കയറാൻ ഈ
സീറ്റിൻ്റെ ഈ ലിവർ ഒന്ന് വലിക്കുകയേ വേണ്ടൂ. ഇത് മുകളിലേക്ക് വലിക്കുന്ന സമയത്ത് ഈ സീറ്റ് ഫോൾഡായി മുന്നോട്ട് നീങ്ങും. അതുവഴി വേണം പുറകിലെ സീറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഫോൾഡ് ചെയ്യാവുന്ന 2 സ്പ്ലിറ്റ് സീറ്റ് ആണെങ്കിലും 3 പേർക്ക് അത്യാവശ്യം ഇരിക്കാം. ഇനി പുറകിലേക്ക് വന്ന് ഡിക്കി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഡിക്കി സ്പേസ് വളരെ കുറവാണെന്ന് തന്നെ പറയാം. ലാപ്ടോപ്പ് ബാഗുകളും സഞ്ചികളുമൊക്കെ വയ്ക്കാം. കൂടുതൽ ലഗേജ് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സീറ്റ് മടക്കി മുന്നോട്ട് വയ്ക്കാവുന്നതാണ്. ഈ ഒരു ചാർജിംഗ് പ്ലഗ് സോക്കറ്റും ചാർജറുമെല്ലാം ഫ്രീ ആയി ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതാണ്. ഫ്രണ്ടിലെ MG ലോഗോ ബോക്സിനുള്ളിലാണ് ചാർജിംഗ് പോയിന്റ് വരുന്നത്. ഇതിലെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ചെയ്യുമ്പോഴുള്ള ലൈറ്റിംഗ് എല്ലാം വളരെ മനോഹരമാണ്. ഈ വണ്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കുന്നതാണ്. Thank you for watching. Please subscribe my channel.